കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ച് കേന്ദ്ര ബജറ്റ്. എയിംസും അതിവേഗ റെയിൽവേ പദ്ധതിയും ശബരിമല പാക്കേജും പ്രത്യേക സാമ്പത്തിക പാക്കേജും അടക്കം കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും കേന്ദ്രം പരിഗണിച്ചില്ല. കേരളത്തിന് ആകെ അനുവദിച്ചത് അപൂർവ ധാതു ഇടനാഴിയും കടലാമ നിരീക്ഷണ കേന്ദ്രവും മാത്രം. 1.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ കേരളം എന്ന പേര് ധനമന്ത്രി പരാമർശിച്ചത് 2 തവണ മാത്രമാണ്. എയിംസ് ഇല്ല, അതിവേഗ റെയിൽ പദ്ധതിയില്ല, വേഗറെയിൽ ഇടനാഴിയിൽ സ്ഥാനമില്ല, വിഴിഞ്ഞത്തിന് സഹായമില്ല, ബജറ്റിൽ ശബരിമല എന്നൊരു വാക്കില്ല, സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഇല്ല, തിരുവനന്തപുരം നഗരത്തിന് പ്രതീക്ഷിച്ച പാക്കേജ് ഇല്ല. പിന്നെ എന്തുണ്ട്? കിട്ടിയതിൽ പ്രധാനം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ധാതു ഇടനാഴിയിലെ ഇടം മാത്രം. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. ഇതാകട്ടെ സംസ്ഥാന ബജറ്റിൽ കെ.എൻ. ബാലഗോപാൽ പ്രഖ്യാപിച്ച വിഴിഞ്ഞം, ചവറ, കൊച്ചി അപൂർവ ധാതു ഇടനാഴിക്ക് സമാനമായ പദ്ധതിയും. കേന്ദ്രം സമാന പദ്ധതി കൊണ്ടുവരുന്നത് ദുരൂഹമാണെന്ന് മന്ത്രി പി. രാജീവ് പറഞ്ഞു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ധാതുക്കൾ എടുക്കാനാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ നമ്മുടെ ധാതു സമ്പത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വാല്യൂ അഡീഷൻ ആയിട്ടുള്ള ഒരു പുതിയ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കടുത്ത അവഗണനയാണ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെയുള്ളത് ഒരു കടലാമ പരിപാലന കേന്ദ്രം. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. രാജ്യത്താകെ 7 അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലും കേരളം ഉൾപ്പെട്ടില്ല. We will develop 7 high-speed rail corridors: Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. ഈ ശ്രീധരൻ മുന്നോട്ട് വച്ച അതിവേഗ ഇടനാഴി സംബന്ധിച്ച പ്രഖ്യാപനം കേരളം പ്രതീക്ഷിച്ചെങ്കിലും അതും വൃഥാവിലായി. 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം അനുവദിക്കുമെന്ന പ്രതീക്ഷ പാഴായി. വിഴിഞ്ഞം തുറമുഖവും ശബരിമലയും പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. കേരളത്തിന്റെ ചിരകാല ആവശ്യമായ എയിംസിന്റെ കാര്യത്തിലും ഇത്തവണയും നിരാശ. വളരെ നിരാശാജനകമായിരുന്നു. ആകെ ടാക്സ് ഇന്ന് വായിച്ചതിനകത്ത് മഹാഭൂരിപക്ഷം സമയം ടാക്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു. ടാക്സിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞോന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നും ഇല്ലതാണ്. നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ അധികം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം തന്നെ ഇതിനകത്തുണ്ട്. ഇന്ത്യയിൽ കേരളമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വിസ്മരിച്ചുവെന്ന് മുഖ്യമന്ത്രി. ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു. ഒരുതരം സാമ്പത്തിക ഉപരോധം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നു. കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിലപാട് ഒരേ ഒരു ഇടതുപക്ഷ ബദലായ കേരളത്തെ പരിപൂർണമായിട്ടും ഉപരോധം തീർത്ത് തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ തുടർച്ച കൂടിയാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലും പ്രതിഫലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. 3 ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രഖ്യാപിച്ചതിൽ കേരളമില്ല. മെഡിക്കൽ ടൂറിസത്തിനായി പ്രഖ്യാപിച്ച 5 ഹബ്ബുകളിൽ കേരളമുണ്ടോ എന്ന് വ്യക്തമല്ല. അമേരിക്കയുടെ പ്രതികാര ചുങ്ക നയം കാരണം സുഗന്ധദ്രവ്യ സമുദ്രോത്പന്ന കയറ്റുമതിയിൽ 2,500 കോടിയുടെ വരുമാന നഷ്ടമാണ് കേരളം നേരിടുന്നത്. GST നഷ്ടപരിഹാരത്തിലാവട്ടെ 8,000 കോടിയുടെ കുറവും. ഇതെല്ലാം പരിഗണിച്ച് നികുതി വിഹിതം 50% ഉയർത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 41% തന്നെ തുടരും. വായ്പാ പരിധി ഉയർത്തണം, അങ്കണവാടി ആശാവർക്കർമാരുടെ വേതനം കൂട്ടണമൊക്കെ അടക്കം 29 ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ നേരിൽ കണ്ട് കേരളം ആവശ്യപ്പെട്ടിരുന്നു. എല്ലാം തഴയപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് കിട്ടിയത് ആമമുട്ട പരിപാലനവും ധാതു ഇടനാഴിയിൽ ഒരിടവും മാത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.